സൗദി അറേബ്യയിലേക്ക് സന്ദർശനത്തിന് ഒരുങ്ങുന്ന നൂറുകണക്കിന് പ്രവാസി കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം അനിശ്ചിതത്വം കലർന്ന ഒരു കാര്യമാണ് ഇപ്പൊ സൗദി വിസിറ്റ് വിസകളുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. വിസിറ്റ് വിസ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ അത് സിംഗിൾ എൻട്രി വിസിറ്റ് വിസയാണോ, മൾട്ടിപ്പിൾ എൻട്രി വിസിറ്റ് വിസയാണോ എന്ന് തീരുമാനിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ. അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ പൂർണ്ണമായും സൗദി വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വിസ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട വെബ്സൈറ്റിൽ നിന്നും ഇപ്പോൾ നീക്കം ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് രണ്ടും പൂർണ്ണമായും നീക്കം ചെയ്തിരിക്കുന്നത്. പകരം ഈ സ്ഥലത്തൊരു അറിയിപ്പാണ് നമുക്ക് കാണാൻ പറ്റുക. അതായത് നിങ്ങൾക്ക് വിസയ്ക്ക് അപേക്ഷിക്കാം, പക്ഷേ ഈ വിസ സിംഗിൾ എൻട്രി ആണോ, മൾട്ടിപ്പിൾ എൻട്രി വിസിറ്റ് വിസയാണോ, ഇനി വിസയുമായി ബന്ധപ്പെട്ട കാലാവധി എത്ര, എത്ര കാലം നമുക്ക് സൗദിയിൽ താമസിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളിൽ തീരുമാനം എടുക്കേണ്ടത് അതത് രാജ്യങ്ങളിലെ സൗദി എംബസിയോ കോൺസുലേറ്റോ ആയിരിക്കും. ഇപ്പൊ പറയുന്നത് നിലവിലെ സംവിധാനം വഴി നമുക്ക് വിസയ്ക്ക് അപേക്ഷിക്കാം, പക്ഷെ അത് ഏത് തരത്തിലുള്ള വിസ ആയിരിക്കും എന്നുള്ള ഒരു കാര്യത്തിൽ നമുക്കൊരു മുൻ നിശ്ചയവും ഉണ്ടാവില്ല എന്നുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ VFS വഴി നമ്മൾ വിസ സ്റ്റാമ്പിങ്ങിനായി അയക്കുമല്ലോ. ആ സ്റ്റാമ്പിങ്ങിന് അയക്കുന്ന സമയത്താണ് അതത് രാജ്യങ്ങളിലെ സൗദി എംബസിയോ കോൺസുലേറ്റോ വ്യക്തത വരുത്തുക. ഇപ്പൊ വിസ സ്റ്റാമ്പ് ചെയ്ത് നമുക്ക് കയ്യിൽ കിട്ടിയാൽ മാത്രമേ വിസയുടെ കാര്യത്തിൽ നമുക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടാവുകയുള്ളൂ എന്ന തരത്തിലാണ് ഇപ്പോ വിസിറ്റ് വിസയുമായി ബന്ധപ്പെട്ട മാറ്റം വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പല കുടുംബങ്ങളും യാത്ര ഒന്നുകിൽ നീട്ടിവെക്കുകയോ അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യുകയോ ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്കാണ് ഇപ്പോ എത്തി നിൽക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു വ്യക്തത അധികൃതർ വൈകാതെ വരുത്തും എന്നാണ് പ്രവാസി കുടുംബങ്ങളടക്കം പ്രതീക്ഷിക്കുന്നത്.